മിഡിൽ ഈസ്റ്റിലേക്ക് പോകാം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. വലിയ ആക്രമണങ്ങൾ അമേരിക്ക ഇറാനിലേക്ക് നടത്തുന്നുണ്ട്. ഇറാൻ തിരിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള അറേബ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ പ്രത്യാക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇപ്പോൾ ജോയ്സ് മാത്യു ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ജോയ്സ്, എങ്ങനെ വിലയിരുത്താം? യുദ്ധം കനത്തുകൊണ്ടിരിക്കുകയാണോ അതോ ഒരു തീരാനുള്ള അതുമല്ലെങ്കിൽ താൽക്കാലികമായി നിർത്താനുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? വലിയ ആക്രമണങ്ങളാണല്ലോ ഇപ്പോൾ, മിസൈൽ ആക്രമണം അടക്കം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും റോബിൻ, ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ യുദ്ധം കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം നമുക്കറിയാം, ആദ്യ ദിവസം അമേരിക്ക ആക്രമിച്ചത് 80-90 കേന്ദ്രങ്ങളിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 140 തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക്, ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഹോർമൂസിന്റെ വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഹോർമൂസ് തന്നെയാണ് ഇറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് പ്രയോഗിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ പറയുന്നത്, ഇറാന്റെ അനുമതിയില്ലാതെ, ഇറാന്റെ അറിവോടുകൂടി അല്ലാതെ ഹോർമൂസിലൂടെ ഒരു കപ്പലും കടന്നു പോകില്ല, ഒരു രാജ്യത്തിന്റെയും കപ്പലുകൾ കടന്നു പോകില്ല, ഒരു രാജ്യത്തിനും വിളവുകൾ ലഭിക്കില്ല എന്നുള്ള തരത്തിലാണ് ഹോർമൂസിന്റെ കാര്യത്തിൽ ഇറാന്റെ ഒരു നിലപാട്. എന്നാൽ അമേരിക്ക പറയുന്നത്, ഈ ഹോർമൂസ് എന്ന് പറയുന്ന കടലെടുക്ക് അത് സുതാര്യമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കപ്പൽ ജലപാതയാണ്. അത് എല്ലാവർക്കും ഒരേപോലെ, എല്ലാ രാജ്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കണം. അതിൽ നിന്നും അമേരിക്ക പിന്നോട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ആ ഒരു മേഖലയിൽ നിന്നും യാതൊരു വിധത്തിൽ അമേരിക്ക പിന്നോട്ട് പോവില്ല. ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമുക്കറിയാം, ഖമേനിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു ഇടവേള, ആ ഇടവേളയുടെ സമയത്ത് ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ഒരു ആക്രമണമാണ് ഇപ്പോൾ വീണ്ടും ഈ സംഘർഷം മേഖലയിൽ പൊട്ടിപ്പുറപ്പെടാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു സാഹചര്യം, ഇനി ഒരു അവസരം കൊടുത്താൽ പോലും ഇറാൻ നന്നാവില്ല, അല്ലെങ്കിൽ ഇറാൻ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോവില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. കാരണം ഓൾറെഡി ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ കരാറ് നിലനിൽക്കെയാണ് ഇതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇനിയും ഒരു വെടിനിർത്തൽ നിലവിൽ വരുന്നതോ അല്ലെങ്കിൽ ഒരു സാവകാശം കൊടുക്കുന്നതോ പ്രത്യേകിച്ച് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാകാൻ സാധ്യതയില്ല. അത് ഒരു സമയം പാഴാക്കൽ മാത്രമാകാനാണ് സാധ്യത എന്നാണ് അമേരിക്കയുടെ ഒരു പക്ഷം വരുന്നത്. എങ്കിലും ഇറാൻ പറയുന്നത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല, ഒരു കാരണവശാലും ഈ പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കിൽ ഒരു നീക്കം ഉണ്ടാവണമെങ്കിൽ അത് ഇറാന്റെ നേതൃത്വം അറിയാതെ യാതൊരു വിധത്തിലും അവിടെ ഒരു കപ്പലിന് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കപ്പൽ പോവുകയാണെങ്കിൽ, ഏതൊരു രാജ്യവും അതിനുള്ള ഒരു നീക്കം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ആക്രമണം ഉണ്ടാകും, കപ്പലിന് നേരെ അറ്റാക്ക് ഉണ്ടാകും എന്നാണ് ഇറാൻ പറയുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ ഇറാനിൽ 140-ലേറെ കേന്ദ്രങ്ങളിൽ അമേരിക്ക അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡ്രോൺ ആക്രമണമാണ് മെയിനായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാൻ തിരിച്ച് ഡ്രോണും മിസൈലും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള കുവൈറ്റിലും ഖത്തറിലും ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം, ഈ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനെ തുടർന്ന് വീണ്ടും എണ്ണവില കുതിച്ചു കയറുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആ ഒരു യുദ്ധത്തിന്റെ ഒരു സമയത്ത്, മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു യുദ്ധത്തിന്റെ സമയത്ത് വളരെ പിടികിട്ടാത്ത തരത്തിലേക്ക് എണ്ണവിലയും അതുപോലെ പാചകവാതകം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയൊക്കെ വില വളരെയധികം കുതിച്ചു കയറുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിരുന്നു. അതേ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണോ ഇപ്പോൾ വീണ്ടും ലോകത്തിന്റെ പോക്ക് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4% ഉയർന്ന് $80 എത്തിയതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. $80 എത്തിയിരിക്കുന്നു. നേരത്തെ അത് $120 മേലെ വരെ എത്തിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ യുദ്ധത്തിന്റെ സമയത്ത്, ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് എത്തിയിരുന്നു. അത് പക്ഷെ വീണ്ടും താഴുന്ന ഒരു സാഹചര്യം, ഈ ഒരു വെടിനിർത്തലൊക്കെ വന്നപ്പോൾ വീണ്ടും താഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് രാജ്യങ്ങൾക്കൊന്നും പാചകവാതകം ഉൾപ്പെടെയുള്ളവ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഹോർമുസ് വഴി കടത്തിക്കൊണ്ട് വരുവാൻ സാധിക്കും
സാധിക്കാതെ വരികയും അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതേ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയോ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവുകയോ ചെയ്തില്ല എങ്കിൽ വരും വർഷങ്ങളിൽ അത് വളരെ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള, വലിയ സാമ്പത്തികമായിട്ട് വലിയൊരു ഇടിവുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ യുദ്ധം അത് അതായത് ആണവോർജത്തെ ചൊല്ലിയുള്ള യുദ്ധം എന്നതിൽ ഉപരി ഹോർമൂസിനെ ചൊല്ലിയുള്ള യുദ്ധം എന്നൊരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ജോർദാനിലടക്കമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ UAE, ഖത്തർ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളായിരുന്നു പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറി ജോർദാനിലേക്ക് കൂടി, അല്ലെങ്കിൽ ജോർദാൻ പോലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് ഇറാൻ മാറുകയാണ്. ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ ബേസുകൾ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുന്നത്. നേരത്തെയും അമേരിക്കയുടെ ബേസുകൾ തന്നെയായിരുന്നു ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇത്രയും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഒരു ആക്രമണം ഉണ്ടായിരുന്നോ എന്നോ, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് വളരെ ചുരുങ്ങിയ നമ്പറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമീനി, അദ്ദേഹം ഒരു പുറത്ത് വിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. അതായത് വധിക്കപ്പെടേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 13 പേരുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 13 പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത് നെതന്യാഹുവും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരണപ്പെടേണ്ട വ്യക്തികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 13 പേരിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വധിക്കപ്പെടേണ്ടത് എന്ന് ഇറാൻ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ആ കിൽ ഹിസ്റ്റിൽ ഇറാൻ ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഈ 2 പേരുകളാണ്. അതിന് ഏറ്റവും എടുത്തു പറയുന്ന ഈ ഇറാന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്, ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ച ആർക്കും മാപ്പില്ല എന്നതാണ് പറയുന്നത്. അത് നമുക്കറിയാം, ഫെബ്രുവരി 28-ന് ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെടുകയുണ്ടായി. അത് ശരിക്കും ഒരു നേതൃമാറ്റം, അമേരിക്ക അവകാശപ്പെടുന്ന തരത്തിലേക്ക് ഒരു നേതൃമാറ്റം ലക്ഷ്യം വെച്ച് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഒരു ആക്രമണമായിരുന്നു. ഇതിന്റെ പിന്നാമ്പുറത്തുണ്ടായ കാരണങ്ങളുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചതും ഇറാനാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ ഇപ്പോഴും തുടരുന്നതും ഇറാനാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും ഇറാൻ മറച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ ഇറാൻ മനസ്സിലാക്കാൻ ഇറാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വീണ്ടും കൊലവിളിയുമായിട്ട് ഇറാൻ മുന്നോട്ട് വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും അടക്കം 13 പ്രമുഖരെ വധിക്കുമെന്നാണ് ഇറാൻ പരസ്യമായിട്ട് പുറത്ത് വിട്ടിരിക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയുടെ ഒരു അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ, 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 സമൂഹങ്ങൾ തമ്മിൽ തുടങ്ങുന്ന ഒരു സംഘർഷം അത് ലോകരാജ്യങ്ങളെ മുഴുവനും ബാധിക്കുന്ന തരത്തിലേക്ക്, ഗൾഫ് രാജ്യങ്ങളെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഹോർമൂസ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഹോർമൂസിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അതൊരു പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയാം, അമേരിക്ക ഏത് തരത്തിൽ ഇറാനിൽ ഇനി ഇടപെടൽ നടത്തും, ഇതുപോലെ എത്ര നാൾ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണമായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും, അതുവഴി എത്രത്തോളം അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇറാനിൽ സാധിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇറാനെ എത്രത്തോളം പിടിച്ചു കെട്ടാൻ സാധിക്കുമെന്നത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. അത് എന്തായാലും ഇരുപക്ഷത്തു നിന്നും വളരെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു യുദ്ധം തന്നെയായിരിക്കും അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ. പക്ഷേ അതിൽ കൂടുതലായിട്ട് ഒരു കരയുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ കരയിലിറങ്ങി ഏതൊരു യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം കരയിലിറങ്ങി ഉള്ള യുദ്ധം നടക്കണം. കരയിലിറങ്ങി കേന്ദ്രങ്ങൾ പിടിച്ചടക്കുന്ന തരത്തിലേക്ക് യുദ്ധങ്ങൾ നടക്കണമെങ്കിൽ മാത്രമേ ആ ഒരു യുദ്ധത്തിന് ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലേക്ക് അമേരിക്ക നീങ്ങുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. റോബിൻ.
ജോയ്സെ, അതുകൂടാതെ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ട്. ഹൊർമൂസ് ഇറാൻ ഇനിയൊരു മുന്നറിയിപ്പ് വരെ അടച്ചു എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഇസ്രായേലിൻ്റെ ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഹോർമൂസിന്റെ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ ഹോർമൂസ് അടച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നതേ ഉള്ളൂ. ഇറാൻ അവകാശപ്പെടുന്നത് ഹോർമൂസ് പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ്, ഇറാന്റെ ഒരു അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ ഇറാൻ അറിയാതെ അതിലെ യാതൊരു വിധത്തിലും കപ്പലുകളൊന്നും കടന്നു പോവില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷെ അമേരിക്ക പറയുന്നത് ഹോർമൂസ് ഇപ്പോഴും തുറന്നാണ് കിടക്കുന്നത്. സെൻകോമിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാണ് ഹോർമൂസ് ഉള്ളത്. അതുകൊണ്ട് ഹോർമൂസ് ഇപ്പോഴും തുറന്നാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ കപ്പൽ ഗതാഗതം അത് പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം ഇതുപോലൊരു സംഘർഷാവസ്ഥ മേഖലയിൽ നിലനിൽക്കുമ്പോൾ നമുക്കറിയാം അതിലെ ഏതൊരു രാജ്യത്തിനും കടന്നു പോകുവാൻ അല്ലെങ്കിൽ ഏതൊരു കപ്പലിനും കടന്നു പോകാൻ തീർച്ചയായിട്ടും ഒരു പേടി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കപ്പൽ ഗതാഗതം താറുമാറായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. ഇറാൻ പറയുന്നത് യാതൊരു വിധത്തിലും പോവില്ല, കപ്പലുകൾ കടത്തിവിടില്ല, പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഹോർമൂസ് എന്നാണ് പറയുന്നത്. അമേരിക്ക പൂർണ്ണമായിട്ടും തുറന്നു കിടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ വീണ്ടും ആക്രമണങ്ങൾ കടന്നു പോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇസ്രായേലിന്റെ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ നേരിട്ട് ഒരു ആക്രമണത്തിലേക്ക് ഈ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നതിലേക്ക് കടന്നതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. പക്ഷേ എല്ലാ തരത്തിലും അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണത്തിന് തയ്യാറെടുത്ത് നിലനിൽക്കുകയാണ് ഇസ്രായേൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആദ്യം നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയപ്പോൾ ആണെങ്കിൽ പോലും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ടാണ് ഈ യുദ്ധം തുടങ്ങി വയ്ക്കുന്നത്. അതിന് ശേഷം അമേരിക്ക വീണ്ടും ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും മറുവശത്ത് ഈ യുദ്ധത്തിന്റെ തന്നെ ഭാഗമായിട്ട് ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇറാന്റെ സപ്പോർട്ടോടുകൂടി ഇറാൻ ഫണ്ട് നൽകിയിരുന്ന ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായിട്ടുള്ള കരയുദ്ധവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷത്തിൽ ഒരു അയവ് വന്നിരുന്നുവെങ്കിൽ പോലും വീണ്ടും ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം തുടങ്ങി വെക്കുക അല്ലെങ്കിൽ ലെബനനിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇവിടെ ഈ ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും ഈ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു യുദ്ധം, അതായത് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ താൽക്കാലികമായിട്ട് ഒരു പോസ്റ്റ് ചെയ്ത ഒരു അവസ്ഥയിൽ നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കാൻ തയ്യാറെടുത്താണ് അല്ലെങ്കിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. അമേരിക്കയ്ക്കൊപ്പം കൂടാൻ എപ്പോൾ വേണമെങ്കിലും തയ്യാറായിട്ടാണ് നിലനിൽക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രവാദ സ്വഭാവം എന്ന് ഇല്ലാതാകുന്നു അത്രയും നാൾ യുദ്ധം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനായിട്ട് ഏത് വിധേനയും യുദ്ധം ചെയ്യാനുള്ള എല്ലാ പൂർവ്വ സജ്ജീകരണവുമായിട്ടാണ് അല്ലെങ്കിൽ അതിനെല്ലാം തയ്യാറെടുത്താണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പക്ഷത്തു നിന്നും വരുന്ന ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട റോബിൻ പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ ഒരു ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. അതിനൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതും ഒരു സംശയമായി തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ പൗരന്മാർ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇസ്രായേൽ പൗരന്മാർക്ക് ഒരു ചിന്തിക്കുകയാണെങ്കിൽ, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെയും അവരുടെ പൗരന്മാരുടെയും ഒരു സേഫ്റ്റി മുൻനിർത്തി തന്നെയാണ് ഈ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത്. ഹിസ്ബുള്ളയുമായിട്ടുള്ള പ്രശ്നമായാലും ശരി, ഇറാനുമായിട്ടുള്ള പ്രശ്നമായാലും ശരി, ഹൂതികളായാലും ഹമാസ് ആയാലും ഈ തീവ്രവാദ സംഘടനകളായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് ഇസ്രായേൽ പൗരന്മാരുടെ ഒരു സേഫ്റ്റിയും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂത രാജ്യത്തിൻ്റെ സേഫ്റ്റിയും മുൻനിർത്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇലക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു വിധത്തിലും ഇലക്ഷൻ കാരണം ഒരു യുദ്ധത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്ന തരത്തിൽ ഇസ്രായേൽ മാറാനുള്ള ഒരു സാധ്യതയില്ല. ശക്തമായി തന്നെ അമേരിക്കയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. അത് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു യുദ്ധം അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് അമേരിക്കയോടൊപ്പം ചേരാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലും ഒപ്പം ചേരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. റോബി.